തന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. ആരാ? ആ യുദാസ് ആണോ? ഏയ് അല്ല, അങ്ങോട്ട് നോക്കൂ. ഹലോ. ഓ, താനായിരുന്നോ? അതെ, ഞാൻ തന്നെ. അപ്പോ നിങ്ങൾ സംസാരിച്ചില്ലേ, ഞാൻ ഒന്ന് രാധയെ കണ്ടിട്ട് വരാം. രാധയല്ല, രുക്മിണി. അല്ല, ഞാൻ രാധയെ കാണാനാ പോകുന്നത്. രാധേ രാധ. അതെ, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. ഓ, ക്രിസ്മസ് ആയതുകൊണ്ട് ഇപ്പൊ എല്ലാരും തന്റെ പുറകെ ആണല്ലേ? അതാണോ കാര്യം? അതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. പിന്നെ എന്താണ് തന്റെ പ്രശ്നം? അറിയാമല്ലോ, ഈ ആളുകൾ എന്തെങ്കിലും ഒരു വില എനിക്ക് തരുന്നത് ഈ ക്രിസ്മസ് ടൈമിലാണ്. അത് പിന്നെ അങ്ങനെ ആണല്ലോ, അല്ലാത്തപ്പോ എല്ലാവർക്കും ആ മാർബിളും റെഡ് വെൽവെറ്റും വൈറ്റ് ഫോറസ്റ്റും ഒക്കെ മതിയല്ലോ. പക്ഷെ അതും എനിക്കൊരു പ്രശ്നമല്ല. ഷടാ, പിന്നെ എന്താണ് നിന്റെ പ്രശ്നം? ഈ സോഷ്യൽ മീഡിയ ആണ് എന്റെ പ്രശ്നം. സോഷ്യൽ മീഡിയയോ? വ്യക്തമായില്ല. അത് ക്രിസ്മസ് ആകുമ്പോൾ ചില കണ്ടന്റ് ക്രിയേറ്റേഴ്സ് വരും, എന്നെ സ്ലോ മോഷനി ഭയങ്കര മാസ് BGM ഒക്കെ ഇട്ട് വീഡിയോ ഉണ്ടാക്കും. അത് ശരിയാ, ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എന്നെ ഇഷ്ടമുള്ളവരോട് എന്നെ അങ്ങ് വെറുക്കും. ഇതിനെതിരെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ? അതിന് ഞാനിപ്പോ എന്തോ ചെയ്യാനാ? എന്താ പ്രശ്നം? എന്താ? അല്ല, ഈ പ്ലം പറയുമായിരുന്നു ക്രിസ്മസ് ആയതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പുള്ളിയെ മാസാക്കി റീൽ ഉണ്ടാക്കിയിട്ട് നാട്ടുകാരെ മൊത്തം വെറുപ്പിക്കുന്നെന്ന്. കൃഷിന് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ? ബെസ്റ്റ്. ഈ കാര്യം അരവണ എന്നോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുക ഞാൻ. ഏതായാലും ഒരു കാര്യം ചെയ്യും, താനിപ്പോ പോ, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ശരി, എന്നാ ഞാൻ പോവാ. എന്താണ് തന്റെ വഴി? ഒരു വഴിയില്ല, ഒരാഴ്ചത്തെ കാര്യമല്ലേ, അത് കഴിയുമ്പോൾ ഈ നാട്ടുകാരെ മറന്നോളൂ. അത് ശരി. അത് വിട്, തന്നെ കാണാൻ വേറൊരാളോട് വന്നിട്ടുണ്ട്. ഇനി അതാരാ?